സിവിൽ എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് മെയിൻലി ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻസ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നമ്മുടെ കേരള PSC എടുക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം ആയിക്കോട്ടെ, ഓവർസിയർ ഗ്രേഡ് 1 എക്സാം, അതുപോലെ തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC ജൂനിയർ എഞ്ചിനീയർ എക്സാം, RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ അതിനോടൊപ്പം ഗേറ്റ് എക്സാം കൂടി പറയാം. ഗേറ്റിനും പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് നമ്മുടെ സിലബസിലുണ്ട്. നമ്മുടെ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ സിവിൽ എഞ്ചിനീയറിംഗ് എക്സാമിനേഷന്റെ സിലബസിൽ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിനുണ്ട്. ബിടെക് പഠിക്കുന്ന സ്റ്റുഡൻസും GT1 GT2 എന്നുള്ള രീതിക്ക് 2 സെമസ്റ്ററുകളായിട്ടാണ് GT നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സോ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള GTയിലെ കുറച്ച് പോർഷൻസ് ആണ് ഇന്ന് ഇവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത്. സോ ഈ ഒരു പോർഷൻസ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമ്മുടെ GTയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ അല്ലെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സിലും ഈ പറയാൻ പോകുന്ന പോർഷൻസ് ആവശ്യമായി വരുന്നതാണ്. അതായത് കുറച്ച് ഇക്വേഷൻസ്, കുറച്ച് ടേംസ്, അതിന്റെ ഡെഫിനിഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം. ആ ഇക്വേഷൻസിന്റെ തന്നെ റിലേഷൻ ആയിട്ട് വരുന്നതാണ് ഇനിയുള്ള ചാപ്റ്റേഴ്സിലും നിങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ എന്തായാലും ബേസിക് ആയിട്ട് മസ്റ്റ് ആയിട്ട് GT പഠിക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു പോർഷൻ മിസ്സാക്കാതെ പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. സോ അതാണ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ. സോയിലിന്റെ പ്രോപ്പർട്ടീസും അതിന്റെ ഡെഫിനിഷനും അതിന്റെ കുറച്ച് ഇക്വേഷൻസും അതിന്റെ കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത് സോയിലിന്റെ 3 phase സിസ്റ്റം ആണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. സോയിലിന് 2 phase സിസ്റ്റം ഒക്കെ ഉണ്ട്, 4 phase സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? 3 phase സിസ്റ്റം ആണ്. സോ എന്താണ് സോയിലിന്റെ 3 phase സിസ്റ്റം എന്ന് അറിഞ്ഞിരിക്കണം. അതിൽ നിന്നാണ് ബാക്കിയുള്ള ടേംസിന്റെ ഇക്വേഷനും കാര്യങ്ങളും ഡെഫിനിഷൻസും എല്ലാം നമ്മൾ പഠിക്കുന്നത്. സോ ആദ്യം അത് തന്നെ അറിഞ്ഞിരിക്കണം, 3 phase സിസ്റ്റം ഓഫ് സോയിൽ. അതിനുശേഷമാണ് നമ്മൾ സോയിലിന്റെ പ്രോപ്പർട്ടീസ് ആയ ഓരോ ടേംസും പഠിക്കുന്നത്. അപ്പൊ വാട്ടർ കണ്ടന്റ് എന്താണെന്ന് പഠിക്കും, യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ എന്താണെന്ന് പഠിക്കും, സ്പെസിഫിക് ഗ്രാവിറ്റി, വോയിഡ് റേഷ്യോ, അതുപോലെ പോറോസിറ്റി, അതൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, പെർസെന്റേജ് എയർ വോയിഡ്സ്, എയർ കണ്ടന്റ് ആൻഡ് ഡെൻസിറ്റി ഇൻഡെക്സ്. അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ GT1 പഠിക്കുമ്പം ആദ്യത്തെ ചാപ്റ്റേഴ്സിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്ന പോർഷൻസ് ആണ്. സോ ഇത്രയും കാര്യങ്ങളുടെ ഇക്വേഷൻസും അതിന്റെ ഇമ്പോർട്ടൻസും വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി ബൈഹാർട്ട് ചെയ്തിരിക്കുക. എല്ലാ ചാപ്റ്റേഴ്സിലും നമുക്കിത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ പോർഷൻസ് കവർ ചെയ്താൽ തന്നെ ഒരുവിധം ക്വസ്റ്റ്യൻസ് ആ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്താണോ അതിനകത്ത് ചോദിക്കുന്ന മിക്ക ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് ഇതിനകത്തുള്ള ഓരോ പോർഷൻസ് ആയിട്ട് ഓരോ ടോപ്പിക്കായിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ സോയിൽ ഫേസ് സിസ്റ്റം എന്താന്നുള്ളത്. അതായത് നമ്മുടെ കയ്യിൽ സോയിൽ ഇരിക്കുകയാണെങ്കിൽ അതിനകത്ത് സോയിൽ എന്ന് പറയുന്ന ഒരു സോളിഡ് പാർട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. എത്ര ഫേസിലാണ് ആ ഒരു സോയിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ള അറിഞ്ഞിരിക്കണം. സോ മെയിൻലി 3 phase സിസ്റ്റം ഉണ്ട്, 2 phase സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ 2 phase സിസ്റ്റം 2 തരത്തിൽ പറയുന്നുണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് ഞാൻ പറഞ്ഞു, 3 phase സിസ്റ്റം ആണെന്ന് പറഞ്ഞു. അതായത് അൺസാച്ചുറേറ്റഡ് സോയിൽ മാസ് ആയിരിക്കും. അതിൽ 3 phase എന്ന് പറഞ്ഞു 3 phase, അതായത് എന്തൊക്കെയാ, സോളിഡ് കാണും, വാട്ടർ കാണും, എയർ കാണും. ഇനി 2 phase ആണെങ്കിൽ അത് ഫുള്ളി സാച്ചുറേറ്റഡ് ആണ് എങ്കിൽ സോളിഡും വാട്ടറും മാത്രമേ അതിൽ കാണൂ, അതായത് എയർ അവിടെ കാണത്തില്ല. ഇനി 2 phase സിസ്റ്റത്തിൽ തന്നെ ഫുള്ളി ഡ്രൈഡ് സോയിലും വരുന്ന കേസുണ്ട്. അതായത് അവിടെ സോളിഡും എയറും ആണ്, വാട്ടർ അവിടെ കാണത്തില്ല. അപ്പം എത്ര ഫേസ് ആയിട്ടാണ് ആ ഓരോ എലമെന്റും ഉള്ളതെന്നുള്ളതിനെ അല്ലെങ്കിൽ സോയിൽ കാണപ്പെടുന്നതെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പല ഫേസുകളായിട്ട് സോയിലിനെ തിരിച്ചിട്ടുള്ളത്. നമുക്കിവിടെ 3 phase സിസ്റ്റം ആണ് പഠിക്കാനുള്ളത്. അപ്പൊ 3 phase സിസ്റ്റത്തിന്റെ ജസ്റ്റ് ഒരു ഡയഗ്രാം കാണിച്ചേക്കാണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു സാമ്പിൾ ഓഫ് സോയിൽ എടുക്കുകയാണ്. അപ്പൊ ആ സോയിൽ തന്നെ പലതരത്തിലുള്ള സോയിൽ ഉണ്ടല്ലോ. ഡ്രൈ സോയിൽ ആവാം, ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ ആവാം, പാർട്ലി സാച്ചുറേറ്റഡ് സോയിൽ ആവാം. പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറഞ്ഞാൽ സോയിലില് സോളിഡ് പാർട്ടും കാണും, ഓരോ പാർട്ടുകളുടെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വോയിഡ് സ്പേസുകൾ കാണുമല്ലോ. ആ വോയിഡിന്റെ സ്പേസ് അല്ലെങ്കിൽ ആ വോയിഡ് സ്പേസിൽ ഒന്നെങ്കിൽ എയർ കയറിയിരിക്കും അല്ലെങ്കിൽ വാട്ടർ കയറിയിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ടാണ് പാർഷ്യലി സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ വാട്ടറും കാണും, എയറും കാണും വോയിഡിനകത്ത്. സോളിഡ് പാർട്ട് കൂടാതെ വോയിഡിനകത്ത് എയറും കാണും, വാട്ടറും കാണും. എന്നാൽ അത് ഫുള്ളി സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ ആ വോയിഡിൽ വാട്ടർ മാത്രമേ കാണൂ, എയർ കാണത്തില്ല. അതാണ് ഫുള്ളി സാച്ചുറേറ്റഡ്. ഡ്രൈ സോയിൽ എന്ന് പറഞ്ഞാലോ അതിൽ വാട്ടർ കാണത്തില്ല, എയർ മാത്രമേ വോയിഡിൽ കാണൂ. സോ സോയിലിന്റെ സോളിഡ് പാർട്ട് കൂടാതെ ഒരു വോയിഡ് പാർട്ട് കൂടി കാണും. ആ വോയിഡ് പാർട്ടിൽ ആരാണ് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് 3 ടൈപ്പ് ഓഫ് സോയിൽ ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇനി ഈ ഒരു 3 phase സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. കാരണം ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം അതിന്റെ നൊട്ടേഷൻസിൽ നിന്നാണ് ബാക്കിയുള്ള ഇക്വേഷൻസ് പോകുന്നത്. സോ ഇവിടെ ഞാൻ 3 phase കാണിച്ചിട്ടുണ്ട്, സോളിഡ്, വാട്ടർ, ദെൻ എയർ. അപ്പൊ ഇതിന്റെയൊക്കെ വോളിയത്തിന് V എന്നും വെയിറ്റിന് W, പിന്നെ സോളിഡ് ആണെങ്കിൽ VS എന്ന് പറയാം, വോളിയം ഓഫ് സോളിഡ്സ്. വാട്ടർ ആണെങ്കിൽ അതിന്റെ വോളിയം VW എന്ന് പറയാം, എയർ ആണെങ്കിൽ VA എന്ന് പറയാം. ഇനി എയറും വാട്ടറും എവിടെ കയറിയിരിക്കുന്നത്? വോയിഡിലാണ്. സോ എയറിന്റെ വോളിയവും വാട്ടറിന്റെ വോളിയം കൂടെ ചേർത്ത് നമുക്ക് വോയിഡിന്റെ വോളിയം എന്ന് വിളിക്കാം.
ഇതിന്റെ ടോട്ടൽ വോളിയം ആണ് ക്യാപിറ്റൽ വി എന്ന് വിളിക്കുന്നത്. ജസ്റ്റ് ആ നൊട്ടേഷൻസ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഡയഗ്രം ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി ഈ ഡയഗ്രത്തിൽ നിന്നുമൊക്കെ യൂണിറ്റ് ബേസ് ഡയഗ്രം എടുത്തിട്ടൊക്കെയാണ് ഓരോ ഇക്വേഷൻസും കാര്യങ്ങളും ഡെഫിനിഷൻസ് എല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഫസ്റ്റ് ടേം നമുക്കൊന്ന് നോക്കാം. വോയിഡ് റേഷ്യോ, അതിന്റെ നൊട്ടേഷൻ ആണ് സ്മോൾ ലെറ്റർ ഇ എന്ന് പറയുന്നത്. സോ എന്താണ് വോയിഡ് റേഷ്യോ എന്നുള്ള ഡെഫിനിഷൻ ആയിട്ടോ ചോദിക്കാം, അല്ലെങ്കിൽ ഇക്വേഷൻ ആയിട്ടോ ചോദിക്കാം. ഇക്വേഷൻ പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻസും ഇതിനെ കുറിച്ചിട്ടൊക്കെ ചോദിക്കാനുണ്ട്. അതായത് വോയിഡ് റേഷ്യോയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ചോദിക്കും. അപ്പൊ വോയിഡ് റേഷ്യോയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി അതിന്റെ ഇക്വേഷനെ നമ്മളൊരു സെന്റൻസ് ആയിട്ട് പറയുവാണ് ഡെഫിനിഷൻ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദി വോളിയം ഓഫ് വോയിഡ്സ് ടു ദി വോളിയം ഓഫ് സോളിഡ്. അതായത് സോയിലിനകത്ത് വോളിയം ഓഫ് വോയിഡ് ബൈ വോളിയം ഓഫ് സോളിഡ്, VV/VS ആണ് എന്ത് വോയിഡ് റേഷ്യോയുടെ ഇക്വേഷൻ. അപ്പം അത്രയും ഞാൻ ഡിഫൈൻ ചെയ്ത് പറയുന്നുള്ളൂ. അടുത്ത ടേമിലോട്ട് കടക്കാം. പോറോസിറ്റി, അതിനെ തന്നെ നമ്മൾ പെർസെന്റേജ് വോയിഡ്സ് എന്നും പറയാറുണ്ട്. പോറോസിറ്റിയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ദി വോളിയം ഓഫ് വോയിഡ് ടു ദി ടോട്ടൽ വോളിയം. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ എന്താ, വോളിയം ഓഫ് വോയിഡ് ബൈ വോളിയം ഓഫ് സോളിഡ് ആണ് വോയിഡ് റേഷ്യോ എങ്കിൽ വോളിയം ഓഫ് വോയിഡ് ബൈ ടോട്ടൽ വോളിയം ആണ് എന്ത് പോറോസിറ്റി എന്ന് പറയുന്നത്. അതിന്റെ നൊട്ടേഷൻ സ്മോൾ ലെറ്റർ N ആണ്. സോ VV/V എന്ന് എഴുതാം. നമ്മൾ പെർസെന്റേജ് ആണെങ്കിൽ ഇൻറ്റു 100. ഇനി ഇതിന്റെ പോറോസിറ്റിയുടെ റേഞ്ച് എന്ന് പറയുമ്പോൾ 0ക്കും 100%നും ഇടയ്ക്കായിരിക്കും. അതും വേണമെങ്കിൽ ക്വസ്റ്റ്യൻസിൽ വരാം. ഇനി ഈ പറഞ്ഞ വോയിഡ് റേഷ്യോയും പോറോസിറ്റിയും തമ്മിലൊരു റിലേഷൻ ഇക്വേഷൻ ഉണ്ട്. അത് വെച്ചിട്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരാം. ഇക്വേഷൻ ആയിട്ടും പല എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ അതൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുക. N = E/1+C. അതായത് പോറോസിറ്റി = വോയിഡ് റേഷ്യോ E/1+C ആയിരിക്കും. അതിനെ നേരെ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് E = എന്നും പറഞ്ഞ് എഴുതുവാണെങ്കിൽ E = N/1 - N ആയിരിക്കും. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് ആണ്. ഇനി അടുത്ത ടേം ആണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. അതിന്റെ നൊട്ടേഷൻ S അല്ലെങ്കിൽ S_R എന്നും കൊടുക്കാറുണ്ട്. വോളിയം ഓഫ് വാട്ടർ ഇൻ എ സോയിൽ ക്യാൻ വേരി ബിറ്റ്വീൻ 0, അതായത് ഡ്രൈ സോയിൽ ആണെങ്കിൽ വോളിയം ഓഫ് വാട്ടർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി വോളിയം ഓഫ് വോയിഡ് വരെയും അത് വേരി ചെയ്യാം. അപ്പൊ അതിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. അതിനെ ഇക്വേഷൻ ആയിട്ട് പറയാം വോളിയം ഓഫ് വാട്ടർ ബൈ വോളിയം ഓഫ് വോയിഡ്. വോയിഡിൽ എത്രമാത്രം വാട്ടർ ആണ് കയറിയിരിക്കുന്നത്, ആ ഒരു വോളിയം ഓഫ് വാട്ടർ ബൈ വോളിയം ഓഫ് വോയിഡ്സ് ഇൻറ്റു 100 ആണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. VW/VV × 100 ആണ്. അതിന്റെ ലിമിറ്റ് 0ക്കും 100നും, അതായത് 0യും ആവാം 100% ആവാം. സോ അതിന്റെ ഇൻ ബിറ്റ്വീൻ ആണ് അതിന്റെ റേഞ്ച് പറയുന്നത്. ഇനി അടുത്ത ടേം ആണ് എയർ കണ്ടന്റ്. അതിന്റെ നൊട്ടേഷൻ A_C ആണ്. റേഷ്യോ ഓഫ് ദി വോളിയം ഓഫ് എയർ ടു ദി വോളിയം ഓഫ് വോയിഡ്. നേരത്തെ നമ്മൾ വോളിയം ഓഫ് വോയിഡും സോളിഡും ഒക്കെ കണ്ടു. അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ എന്താ, എയറിന്റെ വോളിയം ആണ് വരുന്നത്. വോയിഡിനകത്ത് എത്രമാത്രം എയർ കയറിയിരിക്കുന്നു എന്നുള്ളതാണ് എയർ കണ്ടന്റ്. VA/VV × 100. അതിന്റെ ലിമിറ്റ് വരുന്നതും 0 to 100 തന്നെയാണ്. 0 ആവാം 100% ആവാം. ഇനി ഇത് തമ്മിലുള്ള റിലേഷൻ എയർ കണ്ടന്റും ഡിഗ്രി ഓഫ് സാച്ചുറേഷനും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% അല്ലെങ്കിൽ 1 വാല്യൂ കിട്ടും. അത് വെച്ചിട്ടും ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരാം. ഇനി അടുത്ത ടേം ആണ് പെർസെന്റേജ് ഓഫ് എയർ വോയിഡ്സ്. നൊട്ടേഷൻ NA ആണ്. റേഷ്യോ ഓഫ് ദി വോളിയം ഓഫ് എയർ ടു ദി ടോട്ടൽ വോളിയം. നേരത്തെ വോളിയം ഓഫ് എയർ ബൈ വോളിയം ഓഫ് വോയിഡ് ആണ് പറഞ്ഞെങ്കിൽ ഇവിടെ ഡിനോമിനേറ്ററിൽ എന്താണ്, ടോട്ടൽ വോളിയം ആണ്. VA/V × 100 ആണ് പെർസെന്റേജ് എയർ വോയിഡ്സ് NA എന്ന് പറയുന്നത്. NAയുടെ വാല്യൂ 0ക്കും പോറോസിറ്റിക്കും ഇടയ്ക്കാം. അതായത് 0 ആവാം അപ് ടു പോറോസിറ്റി വാല്യൂ വരെ അത് വേരി ചെയ്യാം. ഇനി അത് തമ്മിലുള്ള റിലേഷൻ ആണ് പെർസെന്റേജ് എയർ വോയിഡ്സ് NA = പോറോസിറ്റി N × എയർ കണ്ടന്റ് AC ആയിരിക്കും. ഇത് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസും വരാം. സോ ഇതിന്റെ ഒന്നും ഡെറിവേഷനോ കാര്യങ്ങളോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല ഫോർ ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻസ്. നിങ്ങൾ തിയറട്ടിക്കൽ എക്സാമിനേഷന് പഠിക്കുമ്പോൾ അതിന്റെ ഡെറിവേഷൻസ് ഉൾപ്പെടെ പഠിച്ചു വെച്ചേക്കാം. അടുത്ത കണ്ടന്റ് ആണ്, അടുത്ത ടോപ്പിക് അല്ലെങ്കിൽ അടുത്ത ഒരു ടേം ആണ് വാട്ടർ കണ്ടന്റ് ഓർ മോയ്സ്ചർ കണ്ടന്റ്, സ്മോൾ w എന്ന് പറയുന്നത്. റേഷ്യോ ഓഫ് മാസ് ഓഫ് വാട്ടർ പ്രസന്റ് ടു ദി മാസ് ഓഫ് സോളിഡ് പാർട്ടിക്കിളിനെയാണ് വാട്ടർ കണ്ടന്റ് എന്ന് വിളിക്കുന്നത്. അതായത് W, അതായത് വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വെയിറ്റ് ഓഫ് സോളിഡ്സ് ആണ് എന്ത് വാട്ടർ കണ്ടന്റ്. അതിന്റെ വാട്ടർ കണ്ടന്റ് വാല്യൂ 0 ആവാം, ഗ്രേറ്റർ ദാൻ 0 ആവാം. അടുത്തതാണ് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ തന്നെ പല തരത്തിലുള്ള യൂണിറ്റ് വെയിറ്റ് ഉണ്ട്. ഫസ്റ്റ് വൺ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ, ഗാമ എന്നോ ഗാമ ബി എന്നോ നിങ്ങൾക്ക് റൊട്ടേഷൻ യൂസ് ചെയ്യാം. അതായത് ടോട്ടൽ വെയിറ്റ് ഓഫ് സോയിൽ ബൈ ടോട്ടൽ വോളിയം ഓഫ് സോയിൽ ആണ് എന്ത് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി ബൾക്ക് എന്ന് പറയുമ്പോൾ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും, വാട്ടറിന്റെ പോർഷനും വരും, വോയിഡിന്റെ പോർഷൻ വരും. രണ്ട് വെയിറ്റും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും, ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ആയിരിക്കും. ഇനി അടുത്ത യൂണിറ്റ് വെയിറ്റ് ആണ് ഡ്രൈ യൂണിറ്റ് വെയിറ്റ്. എന്ന് വെച്ചാൽ എന്താ, ഡ്രൈ സ്റ്റേറ്റിലുള്ള വെയിറ്റ് വേണം എടുക്കാൻ. വെയിറ്റ് ഓഫ് സോളിഡ്സ്, ഡ്രൈ എന്ന് പറയുമ്പോൾ സോളിഡ് മാത്രമാണ്. വെയിറ്റ് ഓഫ് സോളിഡ് ബൈ ടോട്ടൽ വോളിയം എടുത്താൽ എന്ത് കിട്ടും, ഗാമ ഡി, ഡ്രൈ യൂണിറ്റ് വെയിറ്റ് എന്നുള്ള കിട്ടും. അടുത്തത് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ്സ്, അത് വെയിറ്റ് ഓഫ് സോളിഡ് ബൈ വോളിയം ഓഫ് സോളിഡ് ആണ് എന്ത് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത്, ഗാമ എസ്.
അടുത്തതാണ് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽസ് എന്ന് പറയുന്നത്. അതായത് സാച്ചുറേറ്റഡ് കണ്ടീഷനിലെ സോയിലിന്റെ യൂണിറ്റ് വെയിറ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ബൾക്ക് യൂണിറ്റ് വെയിറ്റ് വെൻ സോയിൽ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ്, സോയിൽ ഫുള്ളി സാച്ചുറേറ്റഡ് ആയിരിക്കുന്ന കണ്ടീഷനിൽ അതിന്റെ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് എത്രയാണോ അതിനെ നമ്മൾ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ഗാമ സാറ്റ് എന്ന് വിളിക്കും. ഇനി നെക്സ്റ്റ് ടേം ആണ് സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ്. ഗാമ സബ് എന്ന നൊട്ടേഷൻ കൊടുക്കും, ഗാമ ഡാഷ് ഒന്നും കൊടുക്കാറുണ്ട്. അതായത് സബ്മേർജ്ഡ് കണ്ടീഷനിലെ സോയിലിന്റെ വെയിറ്റ് എടുക്കണം. വെയിറ്റ് ഓഫ് സബ്മേർജ്ഡ് സോയിൽ ബൈ വോളിയം ഓഫ് സോയിൽ ആണ് എന്ത്? ഗാമ സബ്മേർജ്ഡ്. അതായത് ഗാമ ഡാഷ് അഥവാ ഗാമ സബ്മേർജ്ഡ് എന്ന് പറയുന്നത് ഗാമ സാറ്റ് മൈനസ് ഗാമ ഡബ്ല്യു ആയിരിക്കും. ഗാമ ഡബ്ല്യു എന്താണ്? യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആണ്. യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടറും വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വോളിയം ഓഫ് വാട്ടർ ഗാമ ഡബ്ല്യു ആണ്. ഇതൊക്കെ നമ്മൾ നല്ലപോലെ കേട്ട് പരിചയമുള്ള, കാരണം ഏത് പ്രോബ്ലംസ് എടുത്താലും യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഒക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇതിന്റെ ജസ്റ്റ് ഒരു റിലേഷൻ പറയുവാണ്. ഗാമ സോളിഡ് ഗ്രേറ്റർ ദാൻ ഗാമ സാറ്റ് ഗ്രേറ്റർ ദാൻ ഗാമ ബൾക്ക് ഗ്രേറ്റർ ദാൻ ഗാമ ഡ്രൈ ഗ്രേറ്റർ ദാൻ ഗാമ സബ് ആയിരിക്കും. ഇനി അടുത്ത ടേം സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോയിൽ, ജി ഓർ ജി എസ് എന്ന നൊട്ടേഷൻ കൊടുക്കാം. ക്യാപിറ്റൽ ജി ആണ്. അതായത് റേഷ്യോ ഓഫ് ദി വെയിറ്റ് ഓഫ് എ ഗിവൺ വോളിയം ഓഫ് സോയിൽ സോളിഡ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ടു ദി വെയിറ്റ് ഓഫ് ആൻ ഈക്വൽ വോളിയം ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടർ. അതായത് നമ്മൾ എന്തിന്റെ ആണോ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കേണ്ടത് അതിന്റെ യൂണിറ്റ് വെയിറ്റ് ബൈ അതിനെ നമ്മൾ താരതമ്യം ചെയ്യുന്ന സ്റ്റാൻഡേർഡ് വസ്തുവിന്റെ യൂണിറ്റ് വെയിറ്റ് ആണ്. ഇവിടെ ഇപ്പൊ എന്താ യൂണിറ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂണിറ്റ് വെയിറ്റ് അല്ല, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോയിലാ വേണ്ടത്. അപ്പൊ എനിക്ക് ഗാമ എസ് ബൈ ഗാമ ഡബ്ല്യു എന്നും പറഞ്ഞ് എഴുതാം. ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് ഞാൻ അവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്നത്. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി തന്നെ പലതരത്തിലുള്ളതുണ്ട്. അപ്പാരന്റ് ഓർ മാസ് ഓർ ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ട്. ജി എം എന്ന് പറയുമ്പോൾ ഗാമ ബൈ ഗാമ ഡബ്ല്യു പാർഷ്യലി സാച്ചുറേറ്റഡ് അങ്ങനെ എടുക്കാം. ഡ്രൈ ആണെങ്കിൽ ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു എടുക്കണം. സാച്ചുറേറ്റഡ് ആണെങ്കിൽ ഗാമ സാറ്റ് ബൈ ഗാമ ഡബ്ല്യു എടുക്കണം. ജി എം കോൺസ്റ്റന്റ് വാല്യൂ ഒന്നും ആയിരിക്കത്തില്ല, ജിനേക്കാളും ജി എമ്മിന്റെ വാല്യൂ കുറവായിരിക്കും. അടുത്തത് ഡെൻസിറ്റി ഇൻഡെക്സ് അഥവാ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് വിളിക്കും. നൊട്ടേഷൻ ഡി സഫിക്സ് ആറും കൊടുക്കാറുണ്ട്, ഐ സഫിക്സ് ഡിയും കൊടുക്കാറുണ്ട്. അതിന്റെ ഒരു ഇക്വേഷൻ ആണ് ഇ മാക്സ് മൈനസ് ഇ ഡിവൈഡ് ബൈ ഇ മാക്സ് മൈനസ് ഇ മിനിമം ആയിരിക്കും. അതായത് ഇ മാക്സ് മൈനസ് ഇ നാച്ചുറലെ ബൈ ഇ മാക്സ് മൈനസ് ഇ മിനിമം. അതിനെ തന്നെ മറ്റൊരു ടേമിൽ യൂണിറ്റ് വെയിറ്റിന്റെ ടേം പറയുവാണെങ്കിൽ ഗാമ ഡി മാക്സ് ബൈ ഗാമ ഡി ഇൻറ്റു ഗാമ ഡി മൈനസ് ഗാമ ഡി മിനിമം ബൈ ഗാമ ഡി മാക്സ് മൈനസ് ഗാമ ഡി മിനിമം. ഇനി മറ്റൊരു ടേം ആണ് റിലേറ്റീവ് കോമ്പാക്ഷൻ. ഗാമ ഡി ബൈ ഗാമ ഡി മാക്സിനെ നമുക്ക് റിലേറ്റീവ് കോമ്പാക്ഷൻ എന്ന് വിളിക്കാം. സോ ഈ ഒരു റിലേറ്റീവ് ഡെൻസിറ്റിയുടെ വാല്യൂ വെച്ചിട്ട് ടൈപ്സ് ഓഫ് സോയിലിന്റെ ഒരു ടേബിൾ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നേച്ചർ എങ്ങനെയാണ്, ഐ ഡിയുടെ വാല്യൂ വെച്ചിട്ട് നമുക്ക് സോയിലിന്റെ നേച്ചറും കാര്യങ്ങളും ഏത് ടൈപ്പ് ആണെന്ന് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ സോയിലിന്റെ ക്ലാസിഫിക്കേഷനിൽ എടുക്കുന്ന ഒരു ടേം ആണ് ഈ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത്രയും ഞാൻ ഈ പറഞ്ഞ ഓരോ ടേംസിന്റെ ഇക്വേഷൻസ്, ഓരോ ടേംസ് ഞാൻ പറഞ്ഞു, ആ ടേംസുകൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിലേഷൻസും ഇക്വേഷൻസും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്നുണ്ടെങ്കിൽ ഈ റിലേഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും വരാറുള്ളത്. സോ ഫസ്റ്റ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇ ഇസിക്കൽ ടു ഡബ്ല്യു ജി ബൈ എസ്, അല്ലെങ്കിൽ ഡബ്ല്യു ജി ഇസിക്കൽ ടു എസ് ഇൻറ്റു ഇ ആണ്. ഇ എന്താ വോയിഡ് റേഷ്യോ, എസ് എന്താ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, ഡബ്ല്യു എന്താ വാട്ടർ കണ്ടന്റ്, ജി സ്പെസിഫിക് ഗ്രാവിറ്റി. ഇനി അടുത്തത് ഗാമ ബൾക്കിന്റെ ഇക്വേഷൻ ഗാമ ഡബ്ല്യു ഇൻറ്റു ജി പ്ലസ് എസ് ഇ ബൈ വൺ പ്ലസ് ഇ ആയിരിക്കും. ഗാമ സാറ്റ് ഗാമ ഡബ്ല്യു ഇൻറ്റു ജി പ്ലസ് ഇ ബൈ വൺ പ്ലസ് ഇ. അതായത് ഈ ഇക്വേഷനിൽ ഗാമ സാറ്റ് എന്ന് പറയുമ്പോൾ എന്താ സാച്ചുറേറ്റഡ്, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആയ എസിന് 1 ഇട്ട് കൊടുക്കുമ്പോൾ ഇക്വേഷൻ ആണ് ഗാമ ഡബ്ല്യു ഇൻറ്റു ജി പ്ലസ് ഇ ബൈ വൺ പ്ലസ് ഇ എന്ന് പറയുന്നത്. ഇനി ഗാമ ഡി ഡ്രൈ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്താ 0, എസിന് 0 ഇട്ട ഇക്വേഷൻ എന്താ ഗാമ ഡബ്ല്യു ജി ബൈ വൺ പ്ലസ് ഇ. ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ രണ്ട് ഇക്വേഷൻ അതിൽ നിന്ന് കിട്ടും. അതേ കണക്ക് ഇനി ഗാമ ഡബ്ല്യു ഡ്രൈ യൂണിറ്റ് വെയിറ്റ് വാട്ടർ കണ്ടന്റ് തമ്മിലുള്ള റിലേഷൻ ആണ് ഗാമ ഡി ഈസ് ഇക്വൽ ടു ഗാമ ബൾക്ക് ബൈ വൺ പ്ലസ് ഡബ്ല്യു. ദെൻ ഗാമ ഡി ഈസ് ഇക്വൽ ടു എയർ കണ്ടന്റ് പെർസെന്റേജ് എയർ വോയിഡ്സ് അല്ലെങ്കിൽ എൻ എ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് 1 മൈനസ് എൻ എ ഇൻറ്റു ഗാമ ഡബ്ല്യു ജി ബൈ വൺ പ്ലസ് ഡബ്ല്യു ജി ആണ് ഗാമ ഡ്രൈഡ് ഇക്വേഷൻ. അതുപോലെ തന്നെ ഗാമ ബൾക്ക് ഈസ് ഇക്വൽ ടു ഗാമ ഡി പ്ലസ് എസ് ഇൻറ്റു ഗാമ സാഡ് മൈനസ് ഗാമ ഡി ആയിരിക്കും. സോ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും നമ്മൾ പറഞ്ഞ ടേംസുകൾ തമ്മിലുള്ള റിലേഷൻസ് ആണ്. ഇനി ഗാമ സബ് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഗാമ സാഡ് മൈനസ് ഗാമ ഡബ്ല്യു ആണ്. ഗാമ സബിന്റെ ഇക്വേഷനെ നമുക്ക് എഴുതാം ഗാമ ഡബ്ല്യു ഇൻറ്റു ജി മൈനസ് വൺ ബൈ വൺ പ്ലസ് സി, അല്ലെങ്കിൽ ഗാമ ഡബ്ല്യു ഇൻറ്റു ജി മൈനസ് വൺ ഇൻറ്റു വൺ മൈനസ് എൻ. ഈ ഇക്വേഷൻ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. സോ അത് പഠിച്ചു വെച്ചേക്കാം. എന്നിന്റെ സ്ഥാനത്ത് ഇ ആണെങ്കിൽ ഇ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഇക്വേഷൻ സോൾവ് ചെയ്യാം. അപ്പം ഈ പറഞ്ഞ ഇക്വേഷൻസ് തന്നെയാണ് ഈ കാണിച്ചേക്കുന്നത്. സോ മെയിൻ ആയിട്ട് നമ്മൾ സോയിലിന്റെ പ്രോപ്പർട്ടീസ്, വോയിഡ് റേഷ്യോ, പോറോസിറ്റി, വാട്ടർ കണ്ടന്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, റിലേറ്റീവ് ഡെൻസിറ്റി, ഇതൊക്കെ എന്താണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. അതിന്റെ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക. അതിന്റെ ഇമ്പോർട്ടൻസ്, റേഞ്ച് ഓഫ് വാല്യൂസും, അല്ലെങ്കിൽ ആ വാല്യൂവിൽ നിന്ന് നമുക്ക് എന്താണ് ഇമ്പോർട്ടൻസ് സോയിൽ എന്നുള്ളത് മനസ്സിലാക്കാം.
ദെൻ ഇതൊക്കെ തമ്മിലുള്ള റിലേഷൻ ഇക്വേഷൻസ്. സോ ഇത്രയും ഒരു ടോപ്പിക്ക് നിങ്ങൾ കറക്റ്റായിട്ട് ജിയോ ടെക്നിക്കൽ പഠിക്കുവാണെങ്കിൽ നമ്മുടെ GETയുടെ മിക്ക ക്വസ്റ്റ്യൻസിനകത്തും ഇതുമായിട്ട് ബന്ധമുണ്ട്. ഇതിനകത്തുള്ള ഏതെങ്കിലുമൊക്കെ ടേംസ് നമ്മുടെ പല പല ചാപ്റ്റേഴ്സിൽ വരാറുണ്ട്. ന്യൂമറിക്കൽ പ്രോബ്ലംസിൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഈ പറഞ്ഞതിന്റെയൊക്കെ യൂണിറ്റുകളും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ച് വേണം ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാൻ. സോ ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇനിയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റുകളായിരിക്കും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം എന്തായാലും ഞാൻ ഈ പറയുന്ന പോർഷൻസ് കുറച്ച് സ്പീഡിൽ തന്നെയാണ് പറഞ്ഞു. നമ്മൾ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ സെഷൻസ് എടുക്കുകയല്ല. ഒരു പ്രിപ്പയർ ചെയ്തിരിക്കുന്നവർ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു എന്താ പറയുക എക്സാമിന് തൊട്ട് മുന്നേ ഒന്ന് ഓടിച്ച് നോക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള രീതിക്കും അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നിങ്ങൾക്കൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള രീതിക്കായിരിക്കും നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. സോ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിന്റെ പുതിയൊരു ചാപ്റ്ററിലെ ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.